ബോസിനകത്ത് ഇപ്പൊ ലൈവില് നോമിനേഷൻ നടന്നു. 8ാമത് ആഴ്ചയിലേക്കുള്ള നോമിനേഷനാണ് നടന്നത്. അപ്പൊ അനുമോള്, നൂറയും, നിവിനും, ഒനിയലും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നൂറയ്ക്കാണ് ഇപ്രാവശ്യം നോമിനേഷൻ ഫ്രീ പാസ് ഉണ്ട്. അനുമോളെ ഒരാൾ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഒനിയൽ ക്യാപ്റ്റനാണ്. നിവിനെ ആരും ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ നോമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അത് മാത്രമല്ല ഇന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജിഷിനാണ്. 5 വോട്ടാണ് നിഷിന് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അനീഷിന് കിട്ടിയിരിക്കുന്ന 4 വോട്ടുമുണ്ട്. 3 വോട്ടുകൾ വീതം ലക്ഷ്മിക്കും ബിന്നിക്കും കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവർക്കും 2 വോട്ടുകൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല ഇന്നാണെങ്കിൽ അക്ബറെ നേരിട്ടുള്ള നോമിനേഷനിലാണ് വന്നിരിക്കുന്നത്. നൂറ നേരിട്ട് അക്ബറെ തെരഞ്ഞെടുക്കുകയായിരുന്നു നോമിനേഷനിലേക്ക്. പിന്നെ അത് മാത്രമല്ല ഇന്ന് നോമിനേഷൻ നിൽക്കുന്നത് നമ്മുടെ അനീഷ് പറഞ്ഞിരിക്കുന്നത് ആതിരയുടെ ലക്ഷ്മിയുടെ പേരാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. നിവിനാണ് പറഞ്ഞിരിക്കുന്നത് ഷാനവാസിന്റെ ആതിരയുടെ പേരാണ്. ജിഷിനാണെങ്കിൽ ആദില പറഞ്ഞിരിക്കുന്നത് ജിഷിന്റെയും അനീഷിന്റെയും പേരാണ്. ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് ജിസേലിന്റെയും ജിഷിന്റെയും പേരാണ്. അനു പറഞ്ഞത് ലക്ഷ്മിയുടെ സാബുമോന്റെ പേരാണ്. ആര്യം പറഞ്ഞിരിക്കുന്നത് അനീഷിന്റെ ബിന്നിയുടെ പേരാണ്. അക്ബർ പറഞ്ഞിരിക്കുന്നത് ജിഷിന്റെയും അനീഷിന്റെയും പേരാണ്. നമ്മുടെ സാബുമാൻ പറഞ്ഞിരിക്കുന്നത് ജിഷിനും അനീഷിനെയാണ്. ബിന്നി പറഞ്ഞിരിക്കുന്നത് ജിസേലിനെയും ആര്യനെയുമാണ്. അതുപോലെ തന്നെ ഒനിയൽ പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെയും ജിഷിനെയാണ്. അഭിലാഷ് പറഞ്ഞിരിക്കുന്ന ആര്യനെയും ലക്ഷ്മിയെയാണ്. ജിഷിൻ പറഞ്ഞിരിക്കുന്ന സാബുമാനെയും അനുമോളെയാണ്. അപ്പം വേറൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഓപ്പൺ നോമിനേഷൻ നടത്തിയ ആൾക്കാരെ ഇപ്രാവശ്യം കൺഫെഷൻ റൂമിലും കഴിഞ്ഞ പ്രാവശ്യം കൺഫെഷൻ റൂമിൽ നോമിനേഷൻ നടത്തിയാലും ഓപ്പൺ നോമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ അനീഷിനാണെങ്കിൽ നോമിനേഷൻ ചെയ്യാനുള്ള പവർ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അനീഷ് ഇന്ന് ഓപ്പൺ നോമിനേഷനാണ് തെരഞ്ഞെടുത്തത്. ബിഗ് ബോസ് ചോദിച്ചു. അപ്പൊ അനീഷ് അതുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുത്തിരുന്നത് ആദിലയും ലക്ഷ്മിയാണ്. ആദിലെ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ ആ സംഭവം, ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ചയിലെ ഫുൾ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ്. കാരണം ആദില കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രവൃത്തികൾ നെഗറ്റീവാണ് ആണല്ലോ. അപ്പൊ അതിനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തത്. ലക്ഷ്മിയെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്കിനകത്ത് നല്ലൊരു ഹോട്ടൽ മാനേജ്മെന്റിന് GM ആയിട്ട് വർക്ക് ചെയ്തില്ല എന്ന കാര്യം പറഞ്ഞാണ് അനീഷ് ലക്ഷ്മിയും വോട്ട് ചെയ്തിരിക്കുന്നത്.